നമ്മൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് കുട്ടി എത്തുന്നതിനുള്ള, അതായത് ഈ കുട്ടി ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ചില CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും കുട്ടിയുമായിട്ട് വരുന്നതാണ്, ഒരാളിങ്ങനെ വരുന്നതായി ഇല്ല, കാണുന്നില്ല. അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ളൊരു വിഷ്വൽ അല്ല. ആ വിഷ്വൽ അതല്ല. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള നമ്മുടെ കയ്യിൽ ഇനിയും അനാലിസിസ് ചെയ്യേണ്ട പുതിയ കുറേ വിഷ്വൽസ് നമ്മൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അനാലിസിസ് സ്റ്റേജിലാണ്. പക്ഷേ ഇതുവരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന സംശയപരമായിട്ടുള്ളത് കുട്ടിയുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതെ, അത് കുട്ടിയായിട്ടുള്ളതല്ല എന്നുള്ളത് വെരിഫൈ ചെയ്തു. ഈ ഏരിയയിലുള്ള ഈ റൂട്ടിലേക്കുള്ള പല റോഡുകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കൂടുതലായിട്ട് പരിശോധനകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇല്ല, രേഖാചിത്രം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് അവിടെ ഒരു കുട്ടി ഒരു മൊഴി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീടും അങ്ങനെ ഒരു ആളെ കണ്ടതായിട്ട് തന്നെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ കാര്യത്തേക്ക് നമ്മൾ പോവാത്തത്. കുട്ടിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ചെന്തെങ്കിലും അന്വേഷണം എന്നുള്ളത് അവർ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലത്തേക്ക് വന്നതും ഈ ഏരിയയുമായിട്ട് അവരുടെ ഫെമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഈ ദിവസങ്ങളിൽ ഈ കുട്ടിയുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉൾപ്പെടെയുള്ള മൊഴി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് പരിചയത്തിലുള്ള ആൾക്കാരും ഈ ഏരിയയിലേക്ക് വന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് രേഖപ്പെടുത്തും. കുട്ടിയുടെ ഫാമിലിയിലുള്ളവർ ഈ പ്രദേശവാസികളായ ചില ആളുകളുമായി വൈകുന്നേരങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ആ ഭാഗങ്ങളൊക്കെ പരിശോധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പരിശോധിക്കും. അതായത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ അറിയാം, ഇത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡെപ്തുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കുള്ളതിൽ ഇവിടെ നമ്മൾക്ക് ഒരു കൂടുതലും ആൾക്കാർ ഒരുപാടില്ലാത്തൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളാണെങ്കിലും. എന്നാൽ ഇടപെട്ടൊക്കെ ആൾക്കാർ പോകുന്നത്, എന്നാൽ ട്രെയിൻ നിരന്തരമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു എൻക്വയറി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വന്നു പോകാൻ പറ്റുന്നൊരു സാഹചര്യവും ഇവിടേക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ കുട്ടികൾ തന്നെ പറയുന്നത് ഈ സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകാറുണ്ട് എന്നുള്ളൊരു ഭാഗം കൂടി അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏതർ ഓഫ് ദാറ്റ് നമുക്കത് വെരിഫൈ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അല്ല, അവർ കൂടുതലായിട്ടും ഈ ട്രാക്ക് വഴിയുള്ള ഇതിലൂടെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇല്ല, അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ഏരിയ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ പരിസര പ്രദേശമായതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പരിശോധന നടത്തി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് രാത്രിയാണ്, അതിൻ്റെ വിസിബിലിറ്റി കുറവാണ്, പകൽ നടക്കുമായിരിക്കാം. ഇതിൻ്റെ 5 താഴ്ചയ്ക്കാണ് ഈ കുട്ടി എടുത്ത് പോലീസ് എടുത്തെത്തിയത്. അപ്പോൾ കാര്യമായ ആ വീണിൻ്റെ പരിക്കും ആ കുട്ടിയുടെ ദേഹത്തില്ല. അവിടേക്ക് വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഒരു മഞ്ഞ ബൈക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, അത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ ഒരു ഭാഗത്തൂടെ ഉണ്ട്. അത് അവസാനിപ്പിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമുണ്ട്. പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആ ഒരു ഭാഗത്ത് കുട്ടി കണ്ടിട്ടില്ല. അത് ഒരു വേഴ്സ് പ്രോബബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും ആ തരത്തിലേക്ക് കുട്ടി എത്തി. പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഉപേക്ഷിച്ച സംഭവത്തിൽ DCP മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ DCP പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയെന്ന് പറഞ്ഞു. അതിലൊരു സ്ത്രീ നടന്നു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു. എന്നാൽ ഈ സംഭവവുമായി അതിന് ബന്ധമില്ല എന്ന് DCP പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിലൊന്നും എന്തായാലും നിലവിൽ പുരോഗതിയിൽ.